നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടാൻ പോവുകയാണ്. മണപ്പുറം യോഗ സെൻറ്ററിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീബുദ്ധനെയാണ്. അപ്പോൾ ശ്രീബുദ്ധൻ അവിടെ യോഗ കോഴ്സ്, യൂണിവേഴ്സിറ്റി കോഴ്സുകളും അതുപോലെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം യാത്ര ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് ഋഷികേശ് വരെ യാത്ര ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു യാത്രാവിശേഷങ്ങളും ആ സമയത്തുണ്ടായിരുന്ന ബുദ്ധൻ്റെ അനുഭവങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമസ്കാരമുണ്ട്. നമസ്കാരം മാഷേ. നമ്മൾ മണപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ബുദ്ധൻ ഫസ്റ്റ് എവിടേക്കാണ് പോയത്? ഞാൻ കോട്ടയം മേവള്ളൂർ എന്നുണ്ട് സ്വാമി ശൂന്യം എന്നുണ്ടൊരു. ഓക്കെ, നമ്മൾ നമ്മുടെ ഓഷോൻ്റെ മെഡിറ്റേഷൻ രീതികൾ അവിടെ പോയിട്ട് എന്താ ആയിരുന്നു അനുഭവമൊക്കെ? അവിടെ ഒന്നുമില്ല, അവിടെ എല്ലാ ആഴ്ചകളിലും ആക്റ്റീവ് മെഡിറ്റേഷൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ നിൽക്കുക, സ്വാമിനെ സഹായിക്കുക, അവിടെ അവരെ കൂടെ തന്നെയായിരുന്നു. സ്വാമി ശൂന്യം ശരിക്കും ഓഷോന്റെ ആശ്രമത്തിലുണ്ടായിരുന്നു. ഓഷോയുടെ ആശ്രമത്തിൽ ആള് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നാട്ടിൽ തന്നെ ആളൊരു ഹാൻഡിക്യാപ്റ്റാണ്. ആളിപ്പോ ലാസ്റ്റ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സ്വാമി. കേരളത്തിലെ ഓഷോന്റെ മെഡിറ്റേഷൻ രീതികളൊക്കെ കൂടുതലായിട്ട് നടക്കുന്ന സ്ഥലത്താണ്. ഒരുവിധം എല്ലാരും അവിടെ നിന്ന് പഠിച്ചിട്ട് പോയെന്ന് സ്വാമി. അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എൻജോയ്മെന്റ് ആണ് അവിടെ. ഫുൾ ടൈം യോഗ സ്റ്റേ അല്ല, അവിടെ വെറും ധ്യാന രീതികളും ചിരിയും അട്ടാസും ഇതൊക്കെയാണ്. ഓഷോന്റെ അങ്ങനത്തെ ഒരു രീതികളായിരുന്നു. പിന്നെ യോഗ ഞാൻ മാത്രമേ ചെയ്തിരുന്നു അവിടെ. ആള് നമ്മളെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിശങ്കരാചാര്യ, അങ്ങനത്തെ ഈ ബേസിക് ഡീപ്പായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് എല്ലാം അറിയാം ആൾക്ക്. പക്ഷെ ആള് മെയിനായിട്ട് ആള് ഹാൻഡിക്യാപ്റ്റ് അല്ല. അപ്പോൾ മെയിനായിട്ട് ഇങ്ങനെ ചെറിയ സത്സംഗമൊക്കെ ഉണ്ടാവും ആഴ്ചയിൽ. അപ്പോൾ ഈ ഇതിനെ കുറിച്ചൊക്കെ പ്രാക്ടീസ് യോഗ ക്ലാസ്സുകൾ പ്രാക്ടീസ് കൊടുത്തിരുന്ന ആസനാസുകളൊക്കെ കൊടുത്തിരുന്നു? ഇല്ല, ആസനാസ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. വെറും ഈ മ്യൂസിക്കായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പരിപാടികൾ കൂടുതലാണ്. അപ്പോൾ ഓഷോ സ്റ്റൈലാണ് ഏറ്റവും കൂടുതൽ. ഓഷോ ഉണ്ട്, പിന്നെ സാമിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് മെഡിറ്റേഷൻ? ഈ കാളി മെഡിറ്റേഷൻ, അതേപോലെ തന്നെ ശിവ ട്രിലോളജി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മെഡിറ്റേഷൻ ടെക്നിക്സ് ഒക്കെ. ഡൈനാമിക് മെഡിറ്റേഷൻ അതുണ്ട്. ഡൈനാമിക്, അതുപോലെ കുണ്ടലിനി മെഡിറ്റേഷനും ഈ മണ്ഡല മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരുവിധം ജിയോമെട്രിക് മെഡിറ്റേഷൻ അങ്ങനെ സ്റ്റേ ചെയ്തിട്ടാണല്ലേ? സ്റ്റേ ചെയ്തിട്ട് 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ട് അതിന് ശേഷം നേരെ പിന്നെ പോയത് ഗോകർണ. സ്വാമി ശൂന്യത്തിൻ്റെ അവിടെ നിന്ന് എനിക്കൊരു കണക്ഷൻ കിട്ടി. അത് ഒരു ജർമ്മൻകാരനായിരുന്നു. അപ്പോൾ ആളെ കൂടെ ആള് അയ്യങ്കാറിൻ്റെ കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അവിടെ നാട്ടിൽ, ഇന്ത്യക്ക് വന്നത്. ആള് പറഞ്ഞ് കോഴ്സ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഉണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ആളും കൂടി ഒരുമിച്ച് പോയത് ഗോകർണയിൽ. അപ്പോൾ അവിടെ ഒരു മാസത്തെ കോഴ്സ് ചെയ്ത് പിന്നെ അവിടെ 2 മാസം അവിടെ നിന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഗോവ, പിന്നെ അവിടെ നേരെ ഋഷികേശ്, ഹിമാലയം. ഗോവയിൽ അറംബോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ കുറേ ഒരു ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ നമ്മുടെ ഇന്ത്യൻ സ്ക്രിപ്ചേഴ്സൊക്കെ വായിച്ചിട്ട് കുറേ ഫോറിനേഴ്സൊക്കെ അവർക്ക് ശാന്തി ലഭിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കാട്ടിലൊക്കെ വന്നിരിക്കാറൊക്കെ ഉണ്ട്. അവർ ഈ ഷോർട്സ് സംസ്കാരം എന്നൊക്കെ മാഷ് പറയാറില്ലേ, അതൊക്കെ അനുകരിച്ചിട്ട് അവിടെ ഈ 90 ദിവസം അതെടുത്തിട്ട് പെണ്ണുങ്ങളൊക്കെ അവിടെ ഇരിക്കാറൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇഷ്ടം പോലെ ഈ മോണസ്ട്രീസ് ഉണ്ട്. അവിടെയൊക്കെ കുഞ്ഞി ഇങ്ങനെ ചെറുതായിട്ട് ഇഷ്ടം. ഋഷികേശിക്ക് പെട്ടെന്ന് ഋഷികേശായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ അതെനിക്ക് സമയം ഉണ്ടായിരുന്നല്ലോ, 10 മാസം സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി. ലാസ്റ്റ് നേരെ ശിവാനന്ദ ആശ്രമത്തിലായിരുന്നു ആദ്യം പോയത്. അവിടുത്തെ കോഴ്സ് ചെയ്തു. പക്ഷെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. കൊറോണ ആയപ്പോൾ പൊക്കോളാൻ പറഞ്ഞു. അവരങ്ങോട്ട് അയച്ചില്ലെന്ന് പറഞ്ഞു. പിന്നെ ഋഷികേശിൽ ഗീതാഭവൻ, അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഓഷോയുടെ ആശ്രമം. അവിടെ ഉണ്ടായിരുന്നു ഋഷികേശിലെ ഓഷോയുടെ ആശ്രമത്തില അവിടെ ഉണ്ടായിരുന്നല്ലേ? അവിടെ ഈ ഡൈനാമിക് മെഡിറ്റേഷൻ ഒക്കെ അവിടെ എല്ലാം ഉണ്ട്. അവിടെ എല്ലാം പൂനെയുടെ പോലെ തന്നെ അവരെന്നെ സെയിം നടത്തുന്നു. വലിയ സ്ഥലം തന്നെ. അവിടെ എത്ര കാലം നിന്നു? അവിടെ ഉണ്ടായില്ല. അവിടെ നമ്മൾ ജസ്റ്റ് 2 ദിവസത്തെ കോഴ്സൊക്കെ ചെയ്തിട്ട് വന്നു, സ്ഥലം കണ്ടു പോന്നു. മെയിനായിട്ട് നമ്മളെ യോഗയുടെ. ഋഷികേശിൽ ടോട്ടൽ എത്ര ഉണ്ടായി? എത്ര മാസം? ഋഷികേശിൽ ടോട്ടൽ 2 മാസം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഗായത്രിയുടെ ഒരു ഉപാസന കേന്ദ്രമൊക്കെ ഉണ്ട്. അത് ഹരിദ്വാറിലാണത്. ശാന്തി കുഞ്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ ഒരാഴ്ച നിന്നുണ്ടായിരുന്നു. അവിടെ കുറെ ബുക്കുകളും ഇതൊക്കെ തന്നു. പിന്നെ അതേപോലെ 1,00,000 തവണ ഗായത്രി മന്ത്ര ചെല്ലാൻ പറഞ്ഞിട്ട്. ഈ വെക്കേഷൻ സമയത്ത് മൊത്തത്തില് മലയാളികൾക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ മെയിലും ക്യാമ്പ് ഉണ്ടാവാറുണ്ട്. കയറി കേദർനാഥ്, ബദ്രിനാഥും കണ്ടു. കൂട്ടുകാരനുണ്ടായിരുന്നു, ആള് ബാംഗ്ലൂരിലാണ് ആള്. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടാണ്, ഋഷികേശിൽ വെച്ച് പരിചയപ്പെട്ടാണ്. അപ്പോൾ കോഴ്സ് ചെയ്യാനായിരുന്നു മെയിനായിട്ട് ഉദ്ദേശം. കേദാർനാഥ് ബദ്രിനാഥ് പോകാനുള്ള പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായില്ല.
പെട്ടെന്നൊരു തോന്നൽ തോന്നി ഋഷികേശിൽ തന്നെ പിന്നെ യാത്രയായിട്ട് പോയാണ്. അനുഭവങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അല്ല, അതെന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അതുപോലെ ഇപ്പോൾ യോഗ റിലേറ്റഡൊക്കെ താല്പര്യമുള്ള ആളുകൾക്കും ഇങ്ങനെ ഋഷികേശിലേക്കും ഹിമാലയത്തിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഒരു ഗുണമാവും. അപ്പോൾ ഏകദേശം നമുക്ക് ആ തോന്നലുണ്ടായിട്ടുള്ള അവിടെ നിന്ന് യാത്രയുടെ സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങളും എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പോയിരുന്നത്, അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഗുണമാണ്. കാരണം നടന്നിട്ടാണ് പോയത്, ഋഷികേശിൽ നടന്നിട്ടാണ് പോയത്. 300 കിലോമീറ്റർ ഉണ്ട് കേദാർനാഥിക്ക്. നടക്കലും പിന്നെ വണ്ടിക്ക് കൈയാണിച്ചും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ എത്തിയത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 ദിവസം പിടിച്ചോടെ എത്താനായിട്ടാണ് കേദാർനാഥിക്ക് എത്തിയിട്ട്. പിന്നെ അവിടുന്ന് കുറച്ച് ദിവസം അവിടെ നിന്നു. ബദ്രിയിൽ പോയി കിടന്നു, ശാന്തി ഉണ്ടായിരുന്നു, വിശ്രമിക്കാൻ സ്ഥലം തന്നു. മെയിനായിട്ട് സ്ഥലം കാണാൻ വേണ്ടി മാത്രം പോയതാണ്. കേദാർനാഥും ബദ്രിനാഥ് എങ്ങനെയാണ് നമുക്ക് കുറേ കഥകൾ കേട്ടിട്ടുണ്ടല്ലോ, അതനുസരിച്ച് സ്ഥലം കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്, മൈൻഡ് ബ്ലോയിങ് ആണ് സ്ഥലം. അതായത് രണ്ടും പറയാൻ പറ്റില്ല, അത്രയും നമുക്ക് വർണ്ണിച്ചെടുക്കാൻ പറ്റില്ല, അത്രയും മനോഹരമാണ്. ബദ്രിനാഥ് പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ നേരെ ഋഷികേശിക്ക് തിരിച്ചു വന്നു. മുകളിലേക്ക് അങ്ങോട്ട് കയറിയില്ലല്ലേ? അവിടെ ഞാൻ ഒരു സ്വാമിനെ കണ്ടു. അപ്പം നമുക്ക് ഈ പഠിക്കണമെന്നായിരുന്നല്ലോ നമുക്ക് വേദാന്തം, അതേപോലെ തന്നെ പിന്നെ ശൈവിസം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അപ്പോൾ അപ്പോൾ പഠിക്കാൻ എൻ്റെ അവിടെ ഇരുന്നപ്പോൾ ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി അവിടെ ഋഷികേശിൽ അതിൻ്റെ അമ്മയച്ഛൻ അന്വേഷിച്ച് നടക്കണ്ടായിരുന്നു ഒരു കുട്ടീനെ. ആ കുട്ടിയുടെ ഒരു ഫോട്ടോ ഒരിക്കലും കാണിച്ചത്, ആ കുട്ടീനെ അവിടെ വെച്ച് കണ്ടുമുട്ടി എന്നുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്, ബദ്രിനാഥ് വെച്ചിട്ട്. ഞങ്ങൾ അറിയിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ശൈവിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാമി പറഞ്ഞു ഞങ്ങളവിടെ ഇരിക്കുക, എനിക്കും പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു ഇത് പഠിക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്കിൽ നിന്ന് പഠിക്കലാണ്, അനുഭവിച്ചറിയലാണ്. അപ്പോൾ ഇനി പോക്കുണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ ലക്ഷ്യം അതായിരുന്നില്ല, നമ്മൾ ജസ്റ്റ് കാണാൻ പോയി വരാം അത്ര ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചവിടെ നിന്ന് തിരിച്ചു നേരം ഇനി ഹിമാലയത്തിലേക്ക് പോകണം എന്നുള്ള തോന്നലുണ്ടോ? തീർച്ചയായും. കൊറോണ കാരണം തിരിച്ചു പോകുന്ന കൊറോണ കാരണം തിരിച്ചു പോകണം, അല്ലെങ്കിൽ കയറിണ്ടാവും. അല്ലെങ്കിൽ കയറിണ്ടാവും. പക്ഷെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ജസ്റ്റ് അതിന് വെറുതെ ഒരു പ്രത്യേകിച്ച് നമ്മൾ പുള്ളിലൊന്നും ഇല്ലാണ്ട് വെറുതെ ഒന്ന് കാണാൻ പോയതാ. അവിടം വരെ പോയ സ്ഥിതിക്ക് ഒന്ന് കേദാർനാഥും ബദ്രിനാഥും കണ്ടു തിരിച്ചു പോകുന്നു. ഇപ്പം എൻ്റെ കൂടെയുള്ള ആൾക്ക് ഡെയിലി വർക്ക് ഉണ്ട്, ആൾക്ക് 1 മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്യണം. എന്ത് വർക്കാ? ആള് ഓൺലൈനിൽ ജോലി ചെയ്യുന്നുണ്ട് ഡെയിലി. യാത്രകളിൽ ആള് ചെയ്യും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ജസ്റ്റ് കണ്ടു, സ്വാമിമാരുടെ കൂടെ കിടന്നു. സ്വാമിമാരുടെ കൂടെയുള്ള അനുഭവം എന്താ? നല്ല സ്വാമിമാരാ? നല്ല ഫുള്ള് എല്ലാ പരിപാടിയുള്ള സ്വാമിമാരും അവിടെ ഉള്ള സ്വാമിമാർ. നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അംഗീകരിക്കൂല അങ്ങനത്തെ സ്വാമിമാർ. നല്ല സ്വാമിമാരില്ലേ അവിടെ? നല്ല സ്വാമിമാരുണ്ട്, അപൂർവങ്ങൾ. എനിക്ക് ആകെ ഒരു സ്വാമിനെ കിട്ടിയുള്ളൂ. സ്വാമിയുടെ അടുത്തേക്ക് പോയപ്പോൾ തന്നെ സ്വാമി ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ച് പൊക്കോളാൻ പറഞ്ഞു, നിക്കണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കണ്ട നല്ല ഐശ്വര്യമുള്ള സ്വാമി, ഒരു കുട്ടി സ്വാമി, അധികം പ്രായം ഞങ്ങളെ പ്രായമൊക്കെയുള്ളൂ. ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആള് ഫുള്ള് മേത്ത് ഭസ്മൊക്കെ തേച്ച് മുടിയൊക്കെ ഇവിടെ കാലിൻ്റെ അടി വരെ മുടിയൊക്കെ അപ്പോൾ ആള് വേറെ ഒന്നും പറഞ്ഞില്ല, ആള് ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ച് ആള് പൊക്കോളാൻ പറഞ്ഞു. അതിനെ കണ്ടപ്പോൾ എനിക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ആള് ഒന്നും പറഞ്ഞില്ല, അറിയില്ല. ആ സ്വാമിനെ 2-3 പ്രാവശ്യം കാണാൻ ഇട വന്നു ഈ യാത്രകളിൽ തന്നെ. ഒരു പ്രാവശ്യം മലയുടെ മുകളിൽ നിൽക്കുന്നിടത്ത് സ്വാമി അടിയിൽ നിൽക്കണ്, അപ്പോഴും കണ്ടു. പിന്നെ തിരിച്ചിറങ്ങണ എടുത്തും സ്വാമിനെ കണ്ടു. യോഗയിലുണ്ടെങ്കിൽ ജീവിതാവസാനം വരെ നിൽക്കാൻ ആഗ്രഹം. എങ്ങനെയായിരുന്നു യോഗയിലേക്ക് വന്ന അനുഭവങ്ങൾ? യോഗയ്ക്ക് വന്ന അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് ശ്രീബുദ്ധൻ എന്നാണല്ലോ. അപ്പോൾ ചെറുപ്പം മുതലേ ഒരു ആഗ്രഹം, എന്താണ് ഈ ബുദ്ധൻ, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള സംഭവം അറിയില്ല. എല്ലാവരും ചോദിക്കും എന്നാ പോണത് മരത്തിൻ്റെ ചോട്ടിക്കുന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ചെറുപ്പം മുതലേ എനിക്ക് എന്താണെന്നൊരു പിടുത്തുണ്ടായിരുന്നു. അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാഷ ഒരു ഫ്ലെക്സ് കണ്ടത്. അങ്ങനെ മാഷ എടുത്തിങ്ങനെ ആദ്യം വന്നത്. ശരി, അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ യോഗാചാരി ആവാൻ താല്പര്യമാണെന്നൊക്കെ മാഷോട് പറഞ്ഞപ്പോൾ ഞാൻ ഋഷികേശിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു ഇപ്പം എന്താ ഇവിടെ കോഴ്സൊക്കെ ഉണ്ട്, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ കോഴ്സും ചെയ്തു. ചെറിയൊരു TTC എടുത്ത് മാഷ് പറഞ്ഞു ഇവിടെ മണപ്പുറത്ത് തന്നെ 2 കൊല്ലം നിന്നു. 2 കൊല്ലം മണപ്പുറത്ത് നിന്നു. കുഴപ്പമില്ലാത്ത നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പോകുമ്പോൾ നമുക്കൊരു അഡ്രസ്സ് ആവുകയും ചെയ്തു, യോഗ ട്രെയിനർ. എല്ലായിടത്തും നമുക്ക് പോയ ആശ്രമങ്ങളിലൊക്കെ ഇപ്പം എല്ലാവരെയും ചില ആശ്രമങ്ങളിലൊന്നും കേട്ടില്ല. എന്താ ജോലി, എവിടുന്ന വരുന്നത്, എന്താണ്, എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ യോഗാചാരിയാണ് ഇന്ന സ്ഥലത്ത് നിന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഇതുകൾ തരും. പിന്നെ അതേപോലെ തന്നെ 2 ശിവാനന്ദയിൽ ക്ലാസ് എടുക്കാൻ ഒരു അവസരം കിട്ടി. ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ അവിടെ 2 ദിവസം ക്ലാസ് എടുത്തു. അവിടെ ഒരു ദിവസം കാലത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും പ്രാക്ടീസ് ചെയ്യാനെടുത്ത് സ്വാമി കണ്ടു. സ്വാമി പറഞ്ഞ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ക്ലാസ് എടുത്തു.
അവിടെ ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ എല്ലാ പിള്ളേർക്കും അവസരം കൊടുക്കും.